ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഉത്തർപ്രദേശ് പോലീസിൽ മനുഷ്യന്മാരില്ലേ? എന്തൊരു ക്രൂരതയാണിത്! പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇത്രത്തോളം ക്രൂരന്മാരാണോ? ഇങ്ങനെ ക്രൂരരാകാൻ സാധിക്കുമോ പോലീസ് ഉദ്യോഗസ്ഥർക്ക്? യോഗിയുടെ യുപിയിൽ നടന്നത് പോലീസിന്റെ നരനായാട്ടാണ്. രാജ്യത്തെ മനസാക്ഷിയെ ചോദ്യം ചെയ്യുന്ന റിപ്പോർട്ടാണ് ദേശീയ മാധ്യമമായിട്ടുള്ള ദ ടെലഗ്രാഫ് പുറത്തുവിട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് രാജ്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്ന സംഭവ വികാസങ്ങൾ ഇങ്ങനെ: ഡിസംബർ 20 യുപിയിലെ മീനാക്ഷി ചൗക്കിയിൽ നിന്ന് ഒരു പ്രതിഷേധ റാലി മുന്നോട്ട് പോകുന്നു. സമാധാന അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന റാലിക്കു നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു. നരനായാട്ട് എന്ന് വേണം പറയാൻ. പ്രതിഷേധക്കാരൊക്കെ ഓടി ഒളിക്കുന്നു. പക്ഷേ പോലീസുകാർക്ക് കുറച്ചാളുകളെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയായിരിക്കാം അവർക്ക് ലഭിച്ച നിർദ്ദേശം. അതനുസരിച്ച് അവർ ചെന്നുകയറിയത് ഒരു അനാഥ മന്ദിരത്തിലേക്കാണ്. അനാഥ മക്കൾ താമസിക്കുന്ന ഒരു മന്ദിരത്തിലേക്ക് കയറുകയും അവിടെ അച്ഛനില്ലാത്ത അമ്മയില്ലാത്ത കുട്ടികളെ പിടിച്ചു കൊണ്ടുപോവുകയും അവർ പ്രതിഷേധ റാലിയിൽ ഉണ്ടായിരുന്നു എന്ന് കള്ളം പറയുകയും ചെയ്തതിനു ശേഷം അധ്യാപകനെ അടക്കം കൊണ്ടുപോയി സ്റ്റേഷനിൽ പാർപ്പിക്കുന്നു. രാത്രിയിൽ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നു. പോലീസിന്റെ നരനായാട്ട് എന്ന് വേണം പറയാൻ. പറയുമ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോകുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത ആ കുട്ടികളെ ലൈംഗിക അതിക്രമണത്തിന് പോലീസ് ഉദ്യോഗസ്ഥർ വിധേയമാക്കി എന്നുള്ളതാണ് ദ ടെലഗ്രാഫിന്റെ റിപ്പോർട്ട്. അവരുടെ ഗുഹ്യ ഭാഗങ്ങളിൽ രക്തമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കി പറയുന്നുള്ളത്. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന അനാഥ മക്കൾ വല്ലാത്ത ഒരു ഭീകരാന്തരീക്ഷത്തിലാണ് അവരുണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് അവരുടെ ഇപ്പോഴുള്ള സ്വഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു എന്നുള്ളതും ദ ടെലഗ്രാഫ് ചൂണ്ടിക്കാണിക്കുന്നുള്ളത്. അത്രത്തോളം ക്രൂരമായിരുന്നു ആ ആക്രമണം. ഒരു തരത്തിലും ഇതിനെ വിശദീകരിക്കാൻ പറ്റാത്ത ക്രൂരമായ ആക്രമണം. പ്രതിഷേധ റാലിയിൽ ഉണ്ടായിരുന്നവരെയല്ല, മറിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആരുടെയൊക്കെയോ കൈത്താങ്ങിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അനാഥ മക്കൾക്കു നേരെയായിരുന്നു പോലീസിന്റെ നരനായാട്ട്. ക്രൂരമായ ആക്രമണം തന്നെ ആ മക്കൾക്ക് നേരെ അഴിച്ചുവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകർ ആ അനാഥ മന്ദിരത്തിലെ അധ്യാപകനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ അധ്യാപകൻ പറഞ്ഞു, ഞാനൊന്നും സംസാരിക്കില്ല, എനിക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. RSSകാരല്ല, മറിച്ച് യോഗി ആദിത്യനാഥിന്റെ പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നുള്ളത്. അതിനപ്പുറം വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആ അനാഥ മന്ദിരത്തിലെ കുട്ടികളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ജയ് ശ്രീരാം പോലീസ് ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് ദ ടെലഗ്രാഫിന്റെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾ പറയണം, ഈ രാജ്യത്തിന് RSS BJP അടങ്ങുന്ന ഭരണകൂടം നല്ലതാണോ? മതേതരത്വ വിശ്വാസികൾ ചിന്തിക്കുക. ഇനിയെങ്കിലും കൂറുപുലർത്തുന്നവർ ചിന്തിക്കുക. ഈ നരനായാട്ട് കണ്ടെങ്കിലും വിശ്വസിക്കുക. ഇതിൽ നിന്നൊന്നും ഒരിക്കലും ഞങ്ങൾ ആരും പിന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ നിലപാട്. മാധ്യമങ്ങളിലൂടെയാണെങ്കിൽ അങ്ങനെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശബ്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇത്തരം ഭയപ്പെടുത്തലൊന്നും ഞങ്ങളുടെ അടുക്കൽ വേണ്ട. പക്ഷേ ഈ ക്രൂരതയ്ക്ക് UP പോലീസ് മറുപടി പറയേണ്ടി വരും, യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.